എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട വയനാട് കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധി എം.പി വയനാട്ടിലെത്തും. ബൂത്ത് തല നേതാക്കന്മാരുടെ നിയോജക മണ്ഡലം സംഗമങ്ങളിൽ പങ്കെടുക്കും. ഈ മാസം 8 മുതൽ 10 വരെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് നേതാക്കൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക. നിയമനക്കോഴ വിവാദത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് ഇ.ഡി. റിപ്പോർട്ട് തേടിയ പശ്ചാത്തലത്തിൽ പ്രിയങ്കയുടെ വയനാട് സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. DCC ട്രഷറർ എൻ.എം. വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്നുണ്ടായ നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തുകയാണ്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നടക്കുന്ന UDF ബൂത്ത് തല നേതൃസംഗമങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. 3 ദിവസം വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് പ്രശ്നപരിഹാര ശ്രമങ്ങൾ. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ MLA, KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതും നിയമന കോഴ വിവാദത്തിൽ ഇഡിയുടെ ഇടപെടലും കോൺഗ്രസിനുള്ളിൽ ഭിന്നതകൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി ചേർന്ന DCC യോഗം നേതാക്കളുടെ ചേരിതിരിഞ്ഞുള്ള കയ്യാങ്കളിക്കും കാരണമായി. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ജില്ലയ്ക്ക് പുറത്തുള്ള നേതാവിന് ചുമതല നൽകി പ്രശ്നപരിഹാരത്തിനായുള്ള KPCCയുടെ നീക്കവും പരാജയപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വന്തം മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രിയങ്ക തന്നെ നേരിട്ടെത്തുന്നത്. ബാങ്ക് നിയമന കോഴയിലെ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ED ആവശ്യപ്പെട്ടതും പെട്ടെന്നുള്ള സന്ദർശനത്തിന് കാരണമായെന്നാണ് സൂചന. നിയമന കോഴയിൽ ഉൾപ്പെട്ട സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, കാർഷിക വികസന ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ പണമിടപാട് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ED പ്രാഥമിക അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ നേതാക്കൾക്കിടയിലെ പരസ്പര ഭിന്നതകൾ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ തർക്കങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകുമെന്നതും പ്രിയങ്കയുടെ പെട്ടെന്നുള്ള മണ്ഡല സന്ദർശനത്തിന് കാരണമായിട്ടുണ്ട്. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.